കൈത്താക്കാലം 2-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കൈത്ത 2-ാം ഞായർ. പിതാവിന്റെ സ്നേഹം ആവോളം ആസ്വദിച്ചിട്ട് വഴിതെറ്റിപ്പോയ മകനെ ധൂർത്തപുത്രൻ എന്ന് വിളിക്കുന്നു. ദൈവപിതാവിന്റെ പ്രതീകമാണ് ഉപമയിലെ പിതാവ്. പുത്രൻ വഴിതെറ്റി നടക്കുന്ന മനുഷ്യന്റെയും. ഈ കഥ ഉൽപ്പത്തിയോളം നീണ്ടുപോകുന്നു. സ്വർഗത്തിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദിനവും മനുഷ്യനോടൊപ്പം ഉലാത്തിയിരുന്ന ദൈവപിതാവിന്റെ കഥയാണിത്. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ആദ്യം മനുഷ്യൻ അവനിൽ നിന്നും ഓടിയൊളിച്ച് മറഞ്ഞു നിന്നു. അതേ സംഭവം ഇന്ന് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ യേശു പറഞ്ഞു തരുന്നു. ഇതിൽ ഓരോ പിതാവിന്റെയും കഥയുണ്ട്. മക്കളെ വലിയവരാക്കാൻ എത്ര ത്യാഗത്തോടെയാണ് ഓരോ പിതാക്കന്മാരും സ്വന്തം അസ്തിത്വവും ആരോഗ്യവും ചെലവഴിക്കുന്നത്. അവന്റെ മാറിന്റെ ചൂടിൽ വളർന്നു വലുതായി കഴിയുമ്പോൾ അവനെ വളർത്തിയ അപ്പന്റെ ത്യാഗം വിസ്മരിച്ച് അവനെ തള്ളിപ്പറയുമ്പോഴും വേദനയുണ്ടെങ്കിലും തന്റെ മകന് നന്മ മാത്രം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പന്മാർ ദൈവപിതാവിന്റെ പ്രതീകമാണ്. തങ്ങൾ അനുഭവിച്ച കഷ്ടതകളൊന്നും മക്കൾക്കുണ്ടാകരുതെന്ന് നിർബന്ധ ബുദ്ധിയോടെയാണ് അവർ അവനെ വളർത്തി വലുതാക്കിയത്. മണ്ണിന്റെ അധ്വാനം ഉണ്ടാകാതിരിക്കാൻ പരമാവധി അവനെ പഠിപ്പിച്ചു. താൻ സമ്പാദിച്ചുണ്ടാക്കിയ വീടും പറമ്പും പണയം വെച്ച് അവന് നല്ല ജോലി വാങ്ങിക്കൊടുത്തു. എന്നാൽ മക്കളോ? ഇതൊക്കെ തനിക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം സുഖം തേടിപ്പോകുന്നു. ഇത് ഇന്ന് വളരെ സാധാരണമായ ഒരു സംഭവമായി കഴിഞ്ഞു. എണ്ണമറ്റ മാതാപിതാക്കൾ ഇന്ന് വഴിയാധാരമാണ്. ഇത്തരം കഥകൾ അനന്തമായി നീളുകയാണ്. ഇന്നത്തെ ഉപമയിൽ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രന് സുബോധമുണ്ടായി. ഇത് വഴിതെറ്റി മുന്നോട്ടു പോകുന്ന ഓരോ മനുഷ്യന്റെയും ആത്മരോദനമാണ്. തെറ്റു തിരുത്തി നന്നായി ജീവിക്കണമെന്ന ചിന്ത ധൂർത്തപുത്രനെ പോലെ ഓരോ പാപിയിലും ഉണ്ട്. നാണക്കേട് തോന്നി തിരിച്ചു പോകാതിരിക്കാനുള്ള കാരണങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ്. ധൂർത്തപുത്രന്റെ കഥ കേട്ടു നോക്കൂ. സ്വന്തം നിലയ്ക്കും വിലയ്ക്കനുസരിച്ചുമുള്ളതല്ലെങ്കിലും ആദ്യം ഒരു ജോലി. ഇവിടെ ധൂർത്തപുത്രൻ നിശബ്ദമായ പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. വയറു നിറയെ ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. എന്നിട്ടും കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. അവസാനം പന്നികൾക്ക് കൊടുക്കുന്ന തവിട് ഭക്ഷിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ തീരുമാനിച്ചു. അതൊരു തരം ദുരഭിമാനമായിരുന്നു. ഈ കഥയിലെ ദുരഭിമാനിയായ ധൂർത്തപുത്രന്റെ ലക്ഷണം നിന്നിലുണ്ടോ? ആത്മീയമായ ദുരഭിമാനത്തിന്റെ വക്താക്കളാണ് നാം. ഉപമയിലെ പുത്രനെ പോലെ ആദ്യം മാതാപിതാക്കൾക്ക് എത്ര പ്രതീക്ഷയാണ് നാം നൽകിയത്. നമ്മെക്കുറിച്ച് ഏറെ സ്വപ്നങ്ങൾ അവർ നെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു. ജെറമിയ 29:11. പക്ഷേ ആരും അറിയാതെ നാം സ്വന്തം പദ്ധതിയുമായി മുന്നോട്ടു പോയി. ഒന്നിനു പുറകെ ഒന്നായി പാപത്തിന് നാം സ്വയം വിട്ടുകൊടുത്തു. താൽക്കാലിക സുഖവും നേട്ടങ്ങളുമാണ് നമ്മെ വഴി നടത്തിയത്. തിരിച്ചറിവുണ്ടായപ്പോഴേക്കും തിരുത്താനാവാത്ത ബന്ധങ്ങൾക്കും ആസ്തികൾക്കും നാം അടിമകളായി. നീ എത്ര വലിയ പാപിയാണെങ്കിലും എത്രയേറെ ദൈവത്തിൽ നിന്ന് അകന്നെങ്കിലും നമ്മുടെ തിരിച്ചുവരവിനായി ദൈവം വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിരിക്കും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യേശയ്യാ 1:18. ഈ വാഗ്ദാനം പൂർത്തിയാക്കാനായിട്ടാണ് യേശു കുരിശിൽ സ്വയം ബലി അർപ്പിച്ചത്, നമുക്കായി കൂദാശകൾ സ്ഥാപിച്ചത്, പ്രത്യേകിച്ച് അനുരഞ്ജന കൂദാശ. ദൈവം സ്നേഹപൂർവ്വം നമുക്ക് നൽകിയ ഈ കൂദാശയോട് നമുക്ക് എത്രമാത്രം ഗൗരവമുണ്ട്. ഗംഗയിലും മെക്കയിലും നിന്ന് ലഭിക്കുന്ന പാപമോചനം പോലെയുള്ള പാപമോചനമല്ല നമ്മുടെ കുമ്പസാരം. ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ ദൈവം തന്നെ സ്ഥാപിച്ചു നൽകിയ രക്ഷാ പദ്ധതിയാണിത്. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെ വിശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:9. ധൂർത്തപുത്രനെ പോലെ ദൈവവുമായുള്ള ആദിമ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സുബോധം നമുക്കുണ്ടാവട്ടെ.